നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ പാർലമെന്റിൽ 2 ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ വന്നത്. സത്യത്തിൽ 3 ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ്. അതിലൊന്ന് വനിതാ സംവരണം നിയമം, ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം, ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി, അത് ഇതുമായി ബന്ധപ്പെട്ടതുമാണ്. ഈ 3 ബില്ലുകളും പരാജയപ്പെട്ടു പോയിരുന്നു. 3-2 ഭൂരിപക്ഷം ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമാണ്. 50% നിയമസഭകൾ, രാജ്യത്തെ നിയമസഭകൾ ഈ ബില്ലിനെ അനുകൂലിക്കുകയും വേണം. എന്നാൽ മാത്രമേ രാജ്യത്ത് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. BJP ആണ് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാം. പക്ഷേ രാജ്യസഭയിലും ലോക്സഭയിലും BJPക്ക് 3-2 ഭൂരിപക്ഷം ഇല്ല. പ്രതിപക്ഷ കക്ഷികളുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിന് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷം അല്പം ഐക്യം കാണിച്ചു എന്ന് തന്നെ പറയാം. വനിതകൾക്ക് സംവരണം നൽകുന്ന കാര്യത്തിലും ഈ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ഏകാഭിപ്രായം വന്നു. അത് അന്ന് തന്നെ നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയതാണ്. ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കരുത്, ബില്ലിനെ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനരോഷം നേരിടേണ്ടി വരുമെന്ന്. അത് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ജനരോഷം അറിഞ്ഞു പാർട്ടികൾ. ഇപ്പോൾ എന്നാൽ അതുകൊണ്ട് തന്നെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ പ്രതികരിച്ച രീതി കണ്ടപ്പോൾ തന്നെ ലോക്സഭാ അംഗങ്ങൾക്കിടയിൽ വലിയ മനംമാറ്റമുണ്ടായി. വലിയ രീതിയിലുള്ള പരിവർത്തനം നടക്കുകയാണ്. നിരവധി ലോക്സഭാ അംഗങ്ങൾ ഇപ്പോൾ BJPക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. BJPയിലേക്കോ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിലേക്കോ, ഇല്ല എങ്കിൽ രണ്ടിലും വന്നില്ലെങ്കിൽ കൂടി ഇത്തരം ബില്ലുകൾ സഭയിലിരുന്ന് പിന്തുണയ്ക്കാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ടോ നിരവധി MP-മാർ, ലോക്സഭ രാജ്യസഭ MP-മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഇനി BJPക്ക് ഒറ്റയ്ക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടാൻ 6 അംഗങ്ങൾ മാത്രം മതി എന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ 114 അംഗങ്ങളാണുള്ളത്. താമസിയാതെ തന്നെ 3 അംഗങ്ങൾ കൂടി BJPയുടെ ഭാഗത്തേക്ക് വരും. 117 അംഗങ്ങളോടുകൂടി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രാജ്യസഭാ ഭൂരിപക്ഷത്തിലേക്ക് BJP ഉയരുകയാണ്. BJPക്ക് 123 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമാണ്. ആ 152 അംഗങ്ങളുടെ പിന്തുണ NDAക്കുണ്ട്. BJPക്ക് മാത്രം 123 അംഗങ്ങളുടെ പിന്തുണ, അതായത് കേവല ഭൂരിപക്ഷം ലഭിക്കാൻ ഇനി 6 സീറ്റുകൾ അല്ലെങ്കിൽ 6 അംഗങ്ങൾ മാത്രം മതി എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. ബംഗാളിൽ ഭരണം നേടിയിട്ടും BJP നിർത്തിയില്ല. അവിടെ ഉണ്ടായിരുന്ന 3 രാജ്യസഭാ അംഗങ്ങൾ, തൃണമൂൽ കോൺഗ്രസിന്റെ 3 രാജ്യസഭാ അംഗങ്ങൾ രാജിവെച്ചു. ഇപ്പോഴത്തെ നിലയിൽ 3 അംഗങ്ങളെ കൂടി രാജ്യസഭയിലേക്ക് വിജയിപ്പിച്ചയക്കാൻ BJPക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ 3 പേർ രാജിവെക്കുന്നു. ആ 3 പേരും ഇനിയിപ്പോൾ BJP ടിക്കറ്റിൽ മത്സരിച്ച് രാജ്യസഭയിലേക്ക് എത്തും. അതോടുകൂടി 114 നിന്നും BJPയുടെ അംഗസംഖ്യ 117 ഉയരുകയാണ്. അത് രാജ്യത്ത് BJP ആദ്യമായി, അല്ലെങ്കിൽ റെക്കോർഡ് നേട്ടമാണ് അത് എന്ന് തന്നെ പറയാം. 152 അംഗങ്ങളുടെ പിന്തുണ എന്ന നിലയിലേക്ക് NDA വളരും. അവിടെയും 163 അംഗങ്ങളുടെ പിന്തുണയാണ് 3-2 ഭൂരിപക്ഷം എന്നതിലേക്ക് എത്താൻ BJPക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഈ 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വീണ്ടും 12 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട്. പക്ഷേ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ 12 അംഗങ്ങളുടെ പിന്തുണ കൂടി BJPക്ക് രാജ്യസഭയിൽ ഉറപ്പാക്കാൻ പ്രയാസങ്ങളില്ല എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. കാരണം 12 അംഗങ്ങളിൽ YSR കോൺഗ്രസ് പിന്തുണ നൽകും. അത് 4 അംഗങ്ങൾ YSR കോൺഗ്രസിനുണ്ട്. DMK ഈ ബില്ലുകൾക്ക് പിന്തുണ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 8 അംഗങ്ങൾ DMKക്കുണ്ട്. ഒരു സ്വതന്ത്രൻ, NCPയുടെ ഒരു സ്വതന്ത്രൻ. അങ്ങനെ 14 അംഗങ്ങൾ കൂടിയാകുന്നു. അങ്ങനെ ആയാൽ 166 എന്ന സംഖ്യയിലേക്ക് എത്തും. 3-2 ഭൂരിപക്ഷത്തിലേക്ക് BJP രാജ്യസഭയിലെത്തും. 17 അംഗങ്ങളോടുകൂടി റെക്കോർഡ് നേട്ടത്തിലാണ് ഇപ്പോൾ BJPക്കുള്ളത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 6 സീറ്റുകൾ കൂടി രാജ്യസഭയിൽ ആവശ്യമാണ്. 1986 ആണ് അവസാനമായി രാജ്യസഭയിൽ ഒരു പാർട്ടിക്ക്, BJPക്ക് എന്നല്ല, ഒരു പാർട്ടിക്ക്, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത്. അന്ന് കോൺഗ്രസിനായിരുന്നു. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്ന് കോൺഗ്രസിന് രാജ്യസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാജ്യസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടില്ല. BJP ഇത് അതിനടുക്കിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്സഭയിലെ കണക്കുകളും വരുന്നുണ്ട്. ലോക്സഭയിൽ ഏതാണ്ട് 3-2 ഭൂരിപക്ഷത്തിലേക്ക് അടുത്തു കഴിഞ്ഞു എന്നാണ് സൂചന. ഒട്ടനവധി MP-മാർ, ആം ആദ്മി പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും അതുപോലെ
തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെയും NCPയുടെയും നാഷണൽ കോൺഫറൻസിൻ്റെ പോലും ജമ്മു കാശ്മീരിൽ നിന്ന് നാഷണൽ കോൺഫറൻസിൻ്റെ പോലും MP-മാർ BJPയിലേക്ക് എത്താൻ പോകുന്നു, അല്ലെങ്കിൽ NDAയിലേക്ക് എത്താൻ പോകുന്നു എന്ന ചില സൂചനകൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അത്രമാത്രം വലിയ ഗംഭീര രാഷ്ട്രീയ നീക്കങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദില്ലിയിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, BJP വരുന്ന മൺസൂൺ സെഷനിൽ, ഏതാണ്ട് 2 ആഴ്ചയ്ക്കകം മൺസൂൺ സെഷൻ ആരംഭിക്കും. മൺസൂൺ സെഷനിൽ നിർണായകമായ ബില്ലുകൾ വരാൻ പോകുന്നു. ഏതൊക്കെ ബില്ലുകളാണ് എന്ന് ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഈ പറയുന്ന മണ്ഡല പുനർനിർണ്ണയവും വനിതാ സംവരണ ബില്ലും അതോടൊപ്പം തന്നെ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ബില്ലുമെല്ലാം അതേപടി തിരിച്ചു വരാൻ പോകുന്നു. ചില ഭേദഗതികളോടെ ഈ DMK ചില ഭേദഗതികളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഭേദഗതികളോടുകൂടി തിരിച്ചു വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. NRC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിർണായകമായ നിയമ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വരുന്ന മൺസൂൺ സെഷനിൽ നടക്കാൻ പോകുന്നുവെന്ന് വ്യക്തമാണ്. ആ സാഹചര്യത്തിലാണ് BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് രാജ്യസഭയിലേക്ക് പോകുന്നത്. മാത്രമല്ല 3/2 ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും BJP എത്താൻ പോകുന്നു. ഇത് വലിയൊരു രാഷ്ട്രീയ നേട്ടമായിട്ടാണ് BJP വിലയിരുത്തുന്നത്. BJPയുടെ ദേശീയ നേതൃത്വം കഴിഞ്ഞ കുറേ ആഴ്ചകളായി നടത്തിയ പൊളിറ്റിക്കൽ ഓപ്പറേഷനുകളിലൂടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രിയപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് പെട്ടെന്ന് തന്നെ രാജ്യത്ത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തോടുകൂടി അതേ ബില്ലുകൾ വീണ്ടും പാസ്സാവുക എന്ന് പറഞ്ഞാൽ BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.